Good morning, ma'am. Good morning. Good morning, ma'am. Good. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് 11th വരെയാണ് എടുത്തത് അല്ലെ? സക്ഷനിങ് മെഷീൻ വരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയേ? ഓക്കെ, ശരി. അപ്പൊ ഇതില് 4th മോഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളേ? ഏതൊക്കെ കംപ്ലീറ്റ് ആയി? ഇനി എത്ര എണ്ണം കംപ്ലീറ്റ് ആവാനുണ്ട്? ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ എന്നാണോ പറഞ്ഞേ? ഫസ്റ്റ് വണ്ണേ എടുക്കാനുള്ളൂ. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞു എന്നല്ലേ? ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയി. ഓക്കെ, സെക്കൻഡും കഴിഞ്ഞു. തേർഡ് ശരി, എല്ലാം ബാക്കിയൊക്കെ കഴിഞ്ഞു അല്ലെ? ഇനി സ്റ്റാർട്ട് ചെയ്യാത്തത് 6th മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു. 9ഉം 6ഉം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ 9? 9 ആദ്യം എടുക്കാം. ഓക്കെ. നമ്മളിത് ആദ്യം വേഗം തീരാണെങ്കിൽ 6 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ വേഗം തീരാണെങ്കിൽ 6 സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് ഷെയർ ചെയ്തൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സിനനുസരിച്ചാണ്. ഓക്കെ. അപ്പൊ നമ്മള് ടൈം കളയുന്നില്ല. സെക്ഷനിങ് മെഷീൻസ് വരെയും കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു മെഷീൻ വരെയും നമ്മൾ പറഞ്ഞതായിരുന്നു എക്യുപ്മെന്റ്. അവിടെ വരെയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മൾ നെക്സ്റ്റ് എക്യുപ്മെന്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ്. ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ? ഈ ഒരു എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ? എവിടെയാണ്? എന്തുമായി ബന്ധപ്പെട്ടാ കണ്ടിരിക്കുന്നേ? എന്തുമായി ബന്ധപ്പെട്ടാ കണ്ടിരിക്കുന്നേ? ല്ലോ എന്തുമായി ബന്ധപ്പെട്ടാ കണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ടാ കണ്ടിരിക്കുന്നേ? ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെ? അവിടെ ആയിരിക്കും നിങ്ങൾ കോമൺ ആയിട്ട് കാണാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോ മീറ്റർ. ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഫ്ലോയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്ന നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ഇവിടെ എ ഡിവൈസ് കൺട്രോൾ ആൻഡ് ഗേജസ് ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ്. എന്താ? ഫ്ലൂയിഡിന്റെയും ഗ്യാസിന്റെയൊക്കെ ആ ഒരു ഫ്ലോയുടെ ആ ഒരു ഒഴുക്കിനെ നിയന്ത്രിക്കുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്തെന്ന്? അതെ, ഓക്സിജൻ ഫ്ലോ റേറ്റ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മളിത് ഓക്സിജൻ സിലിണ്ടേഴ്സിന് മുകളിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഉപകരണത്തിന്റെ പ്രത്യേകത ഫ്ലൂയിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിന്റെ ഫ്ലോയെ നിയന്ത്രിക്കുക, മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. And in an anesthetic gas machine, it is the flow meter that gases by speed of flow based on their viscosity and density. അപ്പൊ ഈ വരുന്ന ഇതിനുള്ളിലുള്ള ഗ്യാസ് ആണോ അല്ലെങ്കിൽ അതിന്റെ ഫ്ലൂയിഡ് ആണോ, അതിന്റെ വിസ്കോസിറ്റി, അതിന്റെ ഡെൻസിറ്റി, സാന്ദ്രതയ്ക്ക് അനുസരിച്ച് അതിന്റെ സ്പീഡ് ഓഫ് ഫ്ലോ എത്രയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോ മീറ്റർ ഉപയോഗിച്ച്, ഇപ്പൊ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻസ്, അനസ്തേഷ്യ നമ്മൾ ഗ്യാസ് രൂപത്തിൽ കൊടുക്കാറില്ലേ?
അനസ്തേഷ്യ പല രീതിയിൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാലോ. അപ്പൊ ആ രീതിയിൽ അനസ്തേഷ്യക് ഗ്യാസുകൾ കൊടുക്കുന്ന സമയത്തും അതിന്റെ ആ ഒരു കൃത്യമായ ഫ്ലോ, ഗ്യാസ് പോകുന്നതിന്റെ ആ ഒരു കൃത്യമായ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ആ ഒരു പ്രധാനമായിട്ടും ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് കാണാറ്. അതുകൂടാതെ ഈ പറയുന്ന പോലെ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻസിന്റെ ഭാഗമായിട്ടും അവിടുത്തെ ആ ഒരു ആ ഒരു ഗ്യാസിന്റെ ഫ്ലോയെ കൃത്യമായിട്ട് ആ ഒരു ഫ്ലോയുടെ സ്പീഡ് എത്രത്തോളം ആണ് എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും അത് നിയന്ത്രിച്ചു വിടാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്ലോ മീറ്റർ. അപ്പൊ ഡിവൈസ് കൺട്രോൾ ആൻഡ് ഗേജസ് ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ് എന്ന് ചോദിച്ചാൽ അത് ഏത് ഡിവൈസ് ആ ഫ്ലോ മീറ്റർ ആണ് കേട്ടോ. അതിന്റെ പിക്ചർ നോക്കാം, അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതും നോക്കി വെക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. ക്ലിയർ ആണോ ഫ്ലോ മീറ്റർ? മനസ്സിലായോ? ഓക്കെ. അടുത്തത് സിറിഞ്ച് പമ്പ്. ഇത് കണ്ടിട്ടുണ്ടോ? സിറിഞ്ച് പമ്പ് ഇല്ല, ഒന്നുകൂടി പറയണോ? ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്തൂടെ? ഫ്ലൂയിഡ്സിന്റെയും ഗ്യാസിന്റെ ഒക്കെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കുണ്ടല്ലോ, ആ സ്പീഡ് അത് എത്രത്തോളമാണ്, ആ സ്പീഡ് എത്രത്തോളം സ്പീഡിൽ അത് പോകുന്നുണ്ട്, അത് മെഷർ ചെയ്യാനും അത് കൃത്യമായ കൺട്രോൾ ചെയ്ത് ആ ഒരു ഫ്ലോ നിലനിർത്താനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇവിടെ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻസ് നമ്മൾ അനസ്തീഷ്യ ഗ്യാസ് രൂപത്തിൽ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അത്തരം ആ മെഷീനിന്റെ ഭാഗമായിട്ടും നമ്മൾ ഈ ഒരു ഫ്ലോ മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള സ്പീഡില് ആ ഒരു ഗ്യാസ് ഫ്ലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ആ ഒരു ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോ മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണ് ശരണ്യ? ഓക്കെ ഓക്കെ ശരി. ഈ ഒരു സിറിഞ്ച് പമ്പ് എവിടെയാണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ടോ? ICU പോലെയുള്ള ഇടങ്ങളിലാണ് നമ്മൾ കോമൺ ആയിട്ട് കാണാറില്ല. ഈ ഒരു ഉപകരണം നമ്മൾ കോമൺ ആയിട്ട് കാണാറില്ല. ICUലൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് തന്നെ, ലോ ഫ്ലോയിൽ അല്ലെ, വളരെ സ്മോൾ എമൗണ്ടിലാണ് നമ്മൾ, അതെ, സ്മോൾ എമൗണ്ടില് മെഡിസിൻസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ICUലുള്ള അല്ലെങ്കിൽ അത്രയും, അതെ, BP ഒക്കെ ലോ ആവും. അതായത് ICUലുള്ള പേഷ്യൻസ് സ്വാഭാവികമായിട്ടും അവരുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. നമുക്ക് പല പല കണ്ടീഷൻ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണല്ലോ ICUവിൽ നമ്മൾ കിടക്കുക. അപ്പൊ അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഷ്യൻസിന് വളരെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ആ ഒരു പെട്ടെന്ന് ഫ്ലൂയിഡ്സും കാര്യങ്ങളും മെഡിസിൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള എമൗണ്ടിൽ, വളരെ സ്മോൾ ആയിട്ടുള്ള എമൗണ്ടിൽ ഗ്രാജുവൽ ആയിട്ട് പതുക്കെ പതുക്കെ വളരെ കുറഞ്ഞ സ്പീഡിലോ അല്ലെങ്കിൽ ഫ്ലോയില് നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ആ ഒരു സിറിഞ്ച് ഒക്കെ അവിടെ കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? സിറിഞ്ച് ഒക്കെ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ തന്നെ ആ ഒരു പേര് കണക്ട് ചെയ്യാലോ അല്ലെ. ആ ഒരു പേര്, ആ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നെങ്കിൽ ആ സിറിഞ്ച് കണ്ടാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും സിറിഞ്ച് പമ്പാണ്. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നോക്കിയേ എന്താന്നുള്ളത്. A syringe driver or a syringe pump is a little infusion pump. Some consist of infuse and withdraw capability used to administer gradually small amount of fluid with or without medication to a patient or for use in chemical and biomedical research. ഈ ഒരു ഉപകരണം അതിനെ സിറിഞ്ച് പമ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിറിഞ്ച് ഡ്രിവർ എന്ന് വിളിക്കാം. അപ്പൊ ഈ രണ്ട് പേരിലും ഈ ഒരു ഉപകരണം അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു ഉപകരണം ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനും കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഒരു ഉപകരണം ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഈ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. ആ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പും ഇതിനും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവയാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു ചെറിയ വേർഷൻ ആണ് ഈ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഒരു ഇൻഫ്യൂഷൻ പമ്പിന്റെ ഒരു ചെറിയ വേർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പ് ആണ് നമ്മുടെ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്.
ഇതിലൂടെ ഇത് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കാൻ പറ്റും. ചിലവയ്ക്ക് ഫ്ലൂയിഡ്സ് കൊടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ചിലത് നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് വിഡ്രോ കപ്പാബിലിറ്റി ഉണ്ട്. നമുക്ക് വിഡ്രോ കാര്യങ്ങളോ എന്തെങ്കിലും എന്ത് ചെയ്യാം, ടെസ്റ്റുകൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ, ഗ്രാജുവലി സ്മോൾ എമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചോട്ടാ. വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് വളരെ ലോ ഫ്ലോയില് നമുക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ചിലപ്പോൾ അതിൽ മെഡിസിൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വിത്തൗട്ട് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ കൊടുക്കുക. മെഡിസിൻസ് ഉള്ളതാവാം, അല്ലാത്തതോ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് പേഷ്യൻസിന് വളരെ ഗ്രാജുവലി സ്മോൾ എമൗണ്ടില് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതെ, നോർമൽ സെലൈൻസ് പോലെയുള്ളവയ്ക്ക് ഉണ്ട്. അതുപോലല്ല, അങ്ങനെയുള്ള വളരെ സ്മോൾ എമൗണ്ടിൽ വളരെ ലോ ഫ്ലോയില് കൊടുക്കാനായിട്ട് സഹായിക്കും. ഐസിയുലൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു ഉപകരണം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുകൂടാതെ ഫോർ യൂസ് ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്, നമ്മുടെ മെഡിസിന്റെ ഭാഗമായിട്ടുള്ള കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളിലും ഇത് യൂസ് ചെയ്യാനുള്ള ഈ ഒരു ഉപകരണം ഉപയോഗപ്രദമായിട്ട് വരുന്നുണ്ട്. അപ്പോ സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ട്യൂബർ എന്ന് പറയുന്നത് ഒരു ഇൻഫ്യൂഷൻ പമ്പിന്റെ ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണ്. ഇത് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ് വിത്തൗട്ട് മെഡിക്കേഷൻ. വരുന്നുള്ളതാവാം അല്ലെങ്കിൽ മെഡിസിൻസ് ഇല്ലാത്തതായിട്ടുള്ള ഫ്ലൂയിഡ്സ് വളരെ സ്മോൾ എമൗണ്ടില് ഗ്രാജുവലി വളരെ സ്മോൾ എമൗണ്ടില് ലോ ഫ്ലോയില് പേഷ്യൻസിന് നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് മെഡിക്കൽ ഫീൽഡില് ഈ ഒരു ഉപകരണം യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? സിറിഞ്ച് പമ്പ് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളത് അല്ലെ, സ്റ്റെതസ്കോപ്പ്. അത് കാണാത്തതായിട്ട് ആരുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ സ്റ്റെതസ്കോപ്പ്. അതെ, ഒരു ഡോക്ടറെയൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ, ഒരു കോട്ടും ഈ ഒരു സ്റ്റെതസ്കോപ്പിന്റെയും പിക്ചർ അല്ലെ. അപ്പോ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ള എന്തിനു വേണ്ടി ഈ ഒരു ഉപകരണം യൂസ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയിട്ടാ? ഡോക്ടർ എന്താ ചെയ്യാ, 2 ഐ പീസിന്റെ ആ ഒരു ഭാഗം എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അതിന്റെ ടിപ്പില് വരുന്ന ആ റെസനേറ്റർ എടുത്ത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് പുറത്തും അകത്തുമൊക്കെ നമ്മുടെ ഉൾഭാഗത്തും പുറമേക്ക് വെച്ച് നോക്കും അല്ലെ. ഹാർട്ടിന്റെ മാത്രമല്ല നമ്മുടെ ഇന്നർ ഓർഗൻസിന്റെ അല്ലെങ്കിൽ അതെ ചെസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വെക്കും അല്ലെ. അപ്പൊ അവിടെ ആ ഒരു റെസനേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ അവിടെ വെച്ച് നോക്കുന്നത്. ആ ഒരു ഭാഗത്തിലൂടെ എന്തായിരിക്കും, നമ്മുടെ ഹ്യൂമൻ ബോഡിയിനുള്ളിലുള്ള സൗണ്ട്സ് അല്ലെ, ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അതെ, അപ്പൊ നോക്കിയേ, സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് ഈസ് ആൻ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഓർമ്മ കൊടുത്തിരിക്കുന്നത്. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി കേട്ടോ. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു അനിമൽ ബോഡിയുടെ ഉള്ളിലെ ഇന്നർ സൗണ്ടുകൾ ആന്തരിക ഓർഗൻസുമായി ബന്ധപ്പെട്ട സൗണ്ടുകൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഇത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സ്റ്റെതസ്കോപ്പ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി? ഫോർ ഓസ്കൾട്ടേഷൻ, അല്ലെങ്കിൽ നമ്മുടെ അനിമൽസിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലുള്ള ഇന്നർ സൗണ്ടിനെ ലിസൺ ചെയ്യാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലിസൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപകരണം തന്നെയാണല്ലോ. ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസനേറ്റർ. അല്ലേ, ഇനി ആ ഒരു പിക്ചർ നോക്കിയേ, അതിലൊരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസനേറ്റർ ഭാഗമുണ്ട്. ആ ഭാഗമല്ലേ നമ്മൾ ചെസ്റ്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വെക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ പുട്ട് അഗെയിൻസ്റ്റ് ചെസ്റ്റ് അല്ലെ, അതാണ് നമ്മുടെ ചെസ്റ്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വെക്കുന്നത്. ആ 2 ട്യൂബ്സ് കണക്റ്റഡ് ടു ഇയർ പീസസ്. 2 ട്യൂബ് നമ്മുടെ ഇയർ പീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. Then it is often used to hear the sounds of the lungs and heart. പ്രധാനമായിട്ടും ഇത് നമ്മുടെ ലങ്സിന്റെയും ഹാർട്ടിന്റെയൊക്കെ സൗണ്ട്സ് കേൾക്കാനായിട്ടാണ് സഹായിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ചെസ്റ്റിന്റെ ഭാഗമല്ലേ നമ്മൾ എപ്പോഴും വെച്ച് നോക്കാം അല്ലെ. അപ്പൊ ആ ഒരു ഹാർട്ടും ലങ്സും ഒക്കെ ഇരിക്കുന്ന അതിന്റെയാണ് പ്രധാനമായിട്ടും നമ്മൾ സൗണ്ട്സ്
ലിസൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. സ്റ്റെതസ്കോപ്പ് വെച്ചാൽ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലിസണിങ് ടു ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. അനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ ഇന്നർ സൗണ്ട്സ്, ആന്തരിക ശബ്ദങ്ങൾ ലിസൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അതിനൊരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസനേറ്റർ ഭാഗം ഉണ്ടായിരിക്കും. അത് നമ്മുടെ ചെസ്റ്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വെക്കുന്ന ഭാഗമാണ്. അതിൽ നിന്ന് രണ്ട് ട്യൂബുകൾ ഇയർ പീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ സൗണ്ട്സ് ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ സ്റ്റെതസ്കോപ്പ്? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു 3 ഉപകരണങ്ങളെയും ഒന്ന് വേഗം വായിച്ചു നോക്കി, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ വായിച്ചു ചെയ്യുമ്പോ. വായിച്ചു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ക്രാഷ് കാർട്ട്. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നോ? എന്തിനെങ്കിലും ഭാഗമായിട്ട് പറഞ്ഞോ ഈ ഒരു പേര്? എന്തിന്റെ ഭാഗമായിട്ടാ പറഞ്ഞേ? ഇപ്പൊ ഇവിടെ പഠിച്ചതിന്റെ കാര്യം മിസ് ചോദിച്ചേ. ഇതിൽ ഏത് ഉപകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ഒരു പേര് കേട്ടത്? ട്രോളി അല്ലെ? ട്രോളിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ നോക്കിയേ, ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ബൈ ദ അതർ നെയിംസ് ലൈക്ക് കോഡ് കാർട്ട് എന്ന് കേട്ടോ. CODE ആണ്, CORT അല്ല കേട്ടോ, CODE. അതൊന്ന് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം കേട്ടോ. CODE, കോഡ് കാർട്ട്. അപ്പൊ ഈ ക്രാഷ് കാർട്ടിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചാല് അതിനുള്ള ആൻസർ ആണ് ഇത് കേട്ടോ. കോഡ് കാർട്ട് എന്ന് വിളിക്കാറുണ്ട്, മാക്സ് കാർട്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഒരു ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്നറിയപ്പെടുന്നതെല്ലാം ഈ ഒരു ഉപകരണം തന്നെയാണ് കേട്ടോ. ഇത് ട്രോളി തന്നെയാണ്, ഈ ഒരു ഉപകരണം തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ട്രേസ്. നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഒരു കൂട്ടം ട്രേസ് ആവാം, ഡ്രോയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഷെൽഫുകളാണ് അല്ലെ? ഓൺ വീൽസ് അല്ലെ? വീലുകളുടെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ട്രേസോ ഡ്രോയേഴ്സോ ഷെൽഫുകളെയോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ക്രാഷ് കാർട്ട് എന്നോ കോഡ് കാർട്ട് എന്നോ മാക്സ് കാർട്ട് എന്നോ നമുക്ക് വിളിക്കാം. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ transportation and dispensing of emergency medication equipment at the site of medical or surgical emergency for life support protocols. അല്ലെ? എമർജൻസി മെഡിസിൻസ്, എക്യുപ്മെന്റ് മുതലായവ ആ മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി സൈറ്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എന്തിനു വേണ്ടി? ഫോർ സപ്പോർട്ട് ഓഫ് പ്രോട്ടോകോൾ, ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ്. ഏതൊക്കെയാണ്? ACLS or ALS. To potentially save someone's life. ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രോട്ടോകോൾസ്, ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം സൈറ്റുകളിലേക്ക്, മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി സൈറ്റുകളിലേക്ക് എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റുകളും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് ഈ ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട് എന്ന് പറയുന്ന ഉപകരണം. ക്ലിയർ ആണോ? ഇനി എന്താണ് ACLS അല്ലെങ്കിൽ ALS? എന്താണ് എക്സ്പാൻഡ് ഫോമർ? രണ്ട് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ആണ്. അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട് അല്ലെ? അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാട്ടോ.
പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ACLSന്റെ എക്സ്പാൻഡ് ഫോം ആദ്യം എഴുതി വെക്കാം. എഴുതി വെക്കണേ. മിസ് പറയുന്ന സമയത്ത് എഴുതിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. എന്താണ് ACLSന്റെ പറഞ്ഞത്? അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. അതൊരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണ്, പ്രൊസീജിയേഴ്സ് ആണ്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. ഇനി ALS എന്താണ് ALS? അഡ്വാൻസ്ഡ് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് ഉണ്ട്. ഇതല്ലാതെ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ മീനിങ് വരുന്നത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന രീതിയിലായിരിക്കും. അത്തരത്തിൽ ഏതൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും ആ ഒരു സൈറ്റിലേക്ക് ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റുകളും ആ ഒരു സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന വീൽസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ട്രേകളെയോ ഡ്രോയേഴ്സിനെയോ അല്ലെങ്കിൽ ഷെൽഫുകളെയോ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 3 പേരുകളിൽ അറിയപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ പഠിച്ചു പോണേ, നിങ്ങൾ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഏത് 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്? കോഡ് കാർഡ്. പിന്നെ അടുത്ത പേര് പറഞ്ഞേ. മാക്സ് കാർഡ്. പിന്നെ ഒരു പേര് കൂടി ഇല്ലേ? ക്രാഷ് കാർഡ്. അപ്പൊ ഈ 3 പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ഇത്? ഓക്കെ, ശരി. എക്യുപ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോണേ. ഒരുപാട് അങ്ങ് വെക്കണ്ട, മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്, പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് പഠിച്ചു പോവാന്നുള്ളതാണ് കേട്ടോ. അടുത്തത് നെബുലൈസർ. വീട്ടിലുണ്ടോ നെബുലൈസേഴ്സ്? ഉണ്ടോ? കുട്ടികളൊക്കെ ഉള്ളവരുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഉപകരണമാണ് അല്ലെ, നമ്മൾ വാങ്ങി വെക്കുന്ന ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയാ നെബുലൈസർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിട്ടാ? നെബുലൈസർ ഉണ്ട്. ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാ? മക്കൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാ നമ്മൾ ആവി പിടിക്കുന്നത്? കഫ് വരാം, ആസ്മ, അതുപോലെ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെ, ശ്വസനവുമായി ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ നെബുലൈസേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈ ഒരു നെബുലൈസറിന്റെ ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ അത് നെബുലൈസർ യൂസ് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും നെബുലൈസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. അതിനൊരു മെഡിസിൻ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരില്ലേ? ഒരു ചെറിയ ബോട്ടിൽ ഒരു മരുന്ന് തരില്ലേ? ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ ഇത്ര നേരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് മരുന്ന്, അതായത് നമ്മൾ ഇവിടെ നെബുലൈസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ മരുന്ന് നമ്മുടെ അകത്തേക്ക് പോകണം, അതിനല്ലേ ആ മരുന്ന് തരുന്നത് അല്ലെ. ആ മെഡിസിൻസ് നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ഡ്രഗ് പോകണം അല്ലെ. അത് എന്തിന്റെ രൂപത്തിലാണ് പോകുന്നത്? അതാണ് അടുത്ത ചോദ്യം. എന്തിന്റെ രൂപത്തിലാ പോകുന്നത്? ഒരു മിസ്റ്റിന്റെ രൂപത്തിൽ അല്ലെ? ആണോ? ഒരു മിസ്റ്റിന്റെ രൂപം. നമ്മൾ ആവി പിടിക്കുമ്പോൾ ഒരു മിസ്റ്റിന്റെ രൂപത്തിലല്ലേ നമ്മുടെ അകത്തേക്ക് ആ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് പോകുന്നത്. അപ്പൊ അത്തരത്തില് ഡ്രഗ് ഡെലിവറി, നെബുലൈസർ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ്. മരുന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം. എങ്ങനെയാണ് നമ്മൾ അത് മെഡിസിൻസ് കൊടുക്കുന്നത്? ഗിവ്സ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻ ടു ദ ലങ്സ് അല്ലെ. നമ്മൾ ആ ഒരു മിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നെബുലൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ആ ഒരു ഈർപ്പം അല്ലെങ്കിൽ ആ ഒരു വായു അല്ലെങ്കിൽ ആ ഒരു നീരാവിയുടെ കൂടെയാണ് നമ്മുടെ ലങ്സിലേക്ക് ആ ഒരു മരുന്ന് ചെല്ലുന്നത്. ശരിയല്ലേ? ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നെബുലൈസർ നെബുലൈസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ ചൂടുള്ളതാണോ അതോ തണുത്തതായിട്ടുള്ള ഒരു നീരാവിയാണോ വരിക? ചൂടുള്ളതാണോ തണുത്തതാണോ? തണുപ്പായിരിക്കും അല്ലെ. എന്നാൽ അടുത്തത്, അതായത് നിങ്ങൾ അടുത്ത പിക്ചർ നോക്കിയേ അവ രണ്ടും ഒരേ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്.
സ്റ്റീം ഇൻഹേലർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലെ. അതിൽ നിന്ന് വരുന്ന നീരാവി എങ്ങനെയാ? ചൂടായിരിക്കും അല്ലെ. അപ്പൊ ഇവ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസും അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ. അപ്പൊ നോക്കിയേ, നെബുലൈസർ നമുക്ക് ആദ്യം നോക്കാം. It is a drug delivery instrument used to give medication in the form of a mist inhaled into the lungs. ലങ്സിലേക്ക് നമ്മുടെ ആ ഒരു മിസ്റ്റ് ഇൻഹേൽഡ് എന്താണ്, ഒരു നമ്മുടെ മരുന്ന് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. അത് മെഡിസിൻ എങ്ങനെയാണ് നമ്മൾ ഇത് ലങ്സിലേക്ക് കൊടുക്കുന്നത്? the form of a mist inhaled into the lungs അല്ലെ. നമ്മുടെ ഒരു മൂടൽ മഞ്ഞിന്റെ രൂപത്തില് നമുക്ക് മെഡിസിൻസ് എന്ത് ചെയ്യാം? ലങ്സിലേക്ക് ഇത് ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വസിക്കുന്നതിലൂടെ കൊടുക്കാനായിട്ട് പറ്റും. Nebulizers are mainly used for treatment of cystic fibrosis, asthma, COPD and other respiratory diseases or disorders. അപ്പോൾ നമുക്ക് ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നെബുലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്? സിസ്റ്റിക് ഫൈബ്രോസിസ് എന്താണ്? സിസ്റ്റിക് ആസ്മ നിങ്ങൾക്ക് അറിയാലോ. COPD നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു ജനിതക രോഗമാണ് അല്ലെ, ഒരു അപൂർവമായിട്ടുള്ള ഒരു ജനിതക വൈകല്യമാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അണുബാധകൾ ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട് പതിവായിട്ട് ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, കഫക്കെട്ട്, ചുമ എന്നിങ്ങനെയുള്ള ദീർഘകാല പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനിതകപരമായിട്ടുള്ള ഒരു അപൂർവ ജനിതകപരമായിട്ടുള്ള ഒരു രോഗമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ആസ്മ നിങ്ങൾക്ക് അറിയാലോ. COPD-യുടെ എക്സ്പാൻഡ് ഫോം അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണോട്ടോ. എനിക്ക് ചാപ്റ്ററിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെങ്കിൽ ഒരു ടേം ആണെങ്കിൽ പോലും അതിപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കണേ. എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ശരി. അപ്പൊ അതറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒന്ന് എഴുതി വെച്ചേക്കണോട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ. ഇനി അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള മറ്റ് റെസ്പിറേറ്ററി ഡിസീസുകളോ ഡിസോർഡേഴ്സോ അല്ലെ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങളോ അല്ലെങ്കിൽ വൈകല്യങ്ങളോ ഉള്ള ആളുകളാണ് കൂടുതലായിട്ടും ഈ നെബുലൈസേഴ്സുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെബുലൈസർ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റീം ഇൻഹേലറിലേക്ക് പോവാം. അവ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ മിസ്. നെക്സ്റ്റ് സ്റ്റീം ഇൻഹേലർ. സ്റ്റീം ഇൻഹേലർ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് അല്ലെ. ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ നമ്മുടെ പുതിയതായിട്ടുള്ള ഇത്തരം മെഷീനറീസ് വരുന്നതിന് മുൻപും ഈ ഒരു പ്രൊസീജിയർ നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ട് ഇല്ലേ? ചെയ്യാറില്ലേ? അമ്മമാര് ചെയ്തു തരാറില്ലേ? പണ്ട് പനിയൊക്കെ ആവുമ്പോ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ചുമ വരുമ്പോഴോ കഫക്കെട്ട് വരുമ്പോഴോ ഒക്കെ ചെയ്യാറുള്ളതല്ലേ. വെള്ളം വീട്ടിലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് അതിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ ആവി പിടിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഡിവൈസുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഇതിന്റെ പിക്ചറിനനുസരിച്ചല്ല, ഇത് പല ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. ഒരെണ്ണം കോമൺ ആയിട്ടുള്ളത് ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതേ മോഡൽ തന്നെ വീട്ടിലില്ല എന്ന് പറയണ്ട. ഇതല്ലാതെയും ഇതേ രീതിയിലുള്ള സെയിം ഫങ്ഷൻസ് ചെയ്യുന്ന വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ. പല ഷേപ്പിൽ വരുന്ന പല ടൈപ്പുകളുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ നോക്കി, ദ മോസ്റ്റ് കോമൺ ആൻഡ് മേജർ ബെനിഫിറ്റ് ഓഫ് ദ നാച്ചുറൽ സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി അല്ലെ. ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി അല്ലേ ചെയ്യുന്നത് നമ്മള് അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി അല്ലെ. ആൻഡ് ഇറ്റ്സ് മാർവലസ് വേ ഓഫ് ട്രീറ്റിംഗ് ദ റെസ്പിറേറ്ററി പ്രോബ്ലം ഓർ കോംപ്ലിക്കേഷൻസ് റിലേറ്റഡ് വിത്ത് ദ വാം ആൻഡ് മോയ്സ്റ്റ് എയർ അല്ലെ. ഇവിടെ അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെയും നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഹലേഷൻ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് നല്ലൊരു രീതിയിലുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസും മറ്റു കോംപ്ലിക്കേഷൻസിനും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ഒരു സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് എങ്ങനത്തെ എയർ ആയിരിക്കും? വാം ആൻഡ് മോയ്സ്റ്റ് എയർ ആണ് അല്ലെ. ചൂടുള്ള ഈർപ്പമുള്ള ആ ഒരു വായുവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസിനെ എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ ഒരു ഇൻഹലേഷൻ തെറാപ്പി, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The most common and major benefit of the natural steam inhalation therapy is its marvelous way of treating the respiratory problems or complications
generated with the warm and moist air. കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. വളരെ ചൂടുള്ളതും അതുപോലെ തന്നെ ഈർപ്പമുള്ളതുമായിട്ടുള്ള നല്ല വായു എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു സ്റ്റീം ഇൻഹലേഷൻ വഴി കിട്ടുകയും അതിലൂടെ നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ നാച്ചുറൽ സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി വഴി സാധിക്കുന്നുണ്ട്. ആൻഡ് ദിസ് while the warm and moist air while inhaling in this process of steam inhalation. Okay, അപ്പോ അത് മൂന്നും, അതായത് ക്രാഷ് കാർഡും നെബുലൈസറും സ്റ്റീം ഇൻഹേലറും ഒന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേ. വായിച്ചു. ക്ലിയർ ആണോ? ശരി. സോ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് എക്കോ. എക്കോ ടെസ്റ്റ് കേട്ടിട്ടില്ലേ? എക്കോ ടെസ്റ്റ് കേട്ടിട്ടില്ലേ? ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട നമ്മൾ എക്കോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എക്കോ ചെയ്യാം? ഹാർട്ടുമായി ബന്ധപ്പെട്ട, അല്ലെ, ഹൃദയവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ അറിയണം കേട്ടോ. അതുകൊണ്ടാണ് മിസ് അങ്ങനെ ചോദിക്കുന്നത്. ആ രീതിയിൽ വരാറുണ്ട് കേട്ടോ. അതെ, അൾട്രാസൗണ്ട് സ്കാനിങ് പോലെ തന്നെയുള്ള പ്രൊസീജിയറാണ്. അപ്പൊ അവിടെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ കൊടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവുന്നതില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചോദിക്കുന്നത്. The test is also known in the name of echocardiography or diagnostic cardiac ultrasound. അപ്പൊ ഈ ഒരു എക്കോ ടെസ്റ്റിനെ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളാ? എക്കോ കാർഡിയോഗ്രഫി എന്ന് പറഞ്ഞാലും ഡയഗ്നോസ്റ്റിക് കാർഡിയക് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാലും ഇതേ ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ പേര് ചോദിക്കാറുണ്ട്. ഈ രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഓപ്ഷനിൽ കാണാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് കേട്ടോ. അപ്പൊ രണ്ട് പേരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. Then an echo uses sound waves to design pictures of your heart chambers, valves and walls. അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് പഠിച്ചിരുന്നു, അല്ലെ? നിങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? അവിടെയും സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെയും അതേ രീതിയിലുള്ള സ്കാനിങ് മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇവിടെയും സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട്, എക്കോയിലും പ്രധാനമായിട്ടും സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തിന്റെ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? പിക്ചേഴ്സ് ഓഫ് യുവർ ഹാർട്ട് ചേംബർ, നമ്മുടെ ഹൃദയത്തിന്റെ അറകള്. ഹാർട്ടിന് നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? എത്ര അറകളുണ്ട്? എത്ര ചേംബറാ? 4 ചേംബേർഡാണ്, അല്ലെ? അപ്പൊ അതുപോലെ അങ്ങനെയുള്ള അപ്പൊ ഹാർട്ടിന്റെ ചേംബേഴ്സ്, അറകള്, വാൽവുകള്, വാൾസ്, ഭിത്തികള്, അതുപോലെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ്, അല്ലെ? അയോർട്ട, ആർട്ടറി, വെയിൻസ് മുതലായിട്ടുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസിന്റെ ഒക്കെ പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് പിക്ചേഴ്സ് എടുക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ് എക്കോ, അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രഫി, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്രോബ് യൂസ് ചെയ്യുന്നത്, ആ പ്രോബിനെ വിളിക്കുന്ന പേരാണ് കോൾഡ് ട്രാൻസ്ഡ്യൂസർ. ഇതേ പേര് തന്നെ നിങ്ങൾ ആ അൾട്രാസൗണ്ട് സ്കാനിങ് പഠിച്ചില്ലേ? ട്രാൻസ്ഡ്യൂസർ പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ. ആ ഒരു ട്രാൻസ്ഡ്യൂസർ നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും.
ഒരു സ്റ്റിക്ക് പോലെയുള്ള ഭാഗം അല്ലെ, അതിനെയാണ് പ്രോബ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട് സ്കാനിങ് നടത്തുമ്പോൾ എങ്ങനെയാ, ഒരു ജെല്ല് പുരട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തല്ലേ ആ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നേ അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇതേ പ്രോബ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയറിലൂടെ നമ്മുടെ ആ ഒരു ചെസ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഹാർട്ടിന്റെ ചേംബേഴ്സ്, വാൽവുകള്, വോൾസ്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ പിക്ചേഴ്സ് എടുക്കുന്നത്. ക്ലിയർ ആണോ? അതേ രീതിയിലുള്ള മെത്തേഡ് തന്നെയാ, പക്ഷെ ആ ഒരു ഭാഗം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പൊ നോക്കിയേ, ദ എക്കോ അല്ലെങ്കിൽ ദ ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് എക്കോ കാർഡിയോഗ്രഫി എന്ന് അറിയപ്പെടുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് കാർഡിയക് അൾട്രാസൗണ്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ എക്കോയിലും സൗണ്ട് വേവ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തിനു വേണ്ടിട്ടാ, പിക്ചേഴ്സ് ഓഫ് ദി യുവർ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിന്റെ ചേംബേഴ്സിന്റെ പിക്ചർ, വാൽവുകള്, വോൾസ്, ഭിത്തികള്, അതുപോലെ തന്നെ ബ്ലഡുമായി ബന്ധപ്പെട്ട നമ്മുടെ ആ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ്, ആർട്ടറി, അയോട്ട, വെയിൻസ് മുതലായവയുടെ പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് എക്കോ കാർഡിയോഗ്രഫി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടെ നമ്മളൊരു പ്രോബ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോബിനെ നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പിക്ചർ എടുക്കാൻ സഹായിക്കുന്നത്. ക്ലിയർ ആണോ എക്കോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് EEG. EEG എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പാൻഡ് ഫോം എന്താ? EEGയുടെ എക്സ്പാൻഡ് ഫോം എന്താണ്? ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ കൊടുത്തിട്ടില്ല. എന്താണ് EEGയുടെ എക്സ്പാൻഡ് ഫോം? വെരി ഗുഡ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം കേട്ടോ, ഇലക്ട്രോ എൻസെഫലോഗ്രാം അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം. ചോദിക്കാനുള്ളതാണ് കേട്ടോ EEGയുടെ എക്സ്പാൻഡ് ഫോം. ഇനി EEG എന്തുമായി ബന്ധപ്പെട്ട്, നമ്മൾ ECG ഹാർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് പറഞ്ഞു. EEG ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടാണ്? ഹെഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പ്രധാനമായിട്ടും ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ EEG ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ചോദിക്കും, EEG ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ടാണോ, ലങ്സുമായി ബന്ധപ്പെട്ടാണോ, ബ്രെയിനുമായി ബന്ധപ്പെട്ടാണോ നിങ്ങളുടെ ബോഡിയിൽ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് EEG ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ECG എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു ആൻസർ ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ എക്സ്പാൻഡ് ഫോം എഴുതി വെച്ചേക്കാം. ഓക്കെ, okay, an EEG is used to find problems in the electrical function of the brain that may be connected with certain brain disorders. അപ്പൊ നമുക്ക് EEG ടെസ്റ്റിലൂടെ, നമുക്ക് ഈ ഒരു EEG ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസോർഡേഴ്സോ പ്രശ്നങ്ങളോ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ? നമ്മൾ ECG എടുക്കുമ്പോൾ എന്താ, ആ ഒരു മെഷർമെന്റും റീഡിങ്ങും വെച്ചിട്ട് അതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ. ഫർദർ ആയിട്ടുള്ള മറ്റു പരിശോധനകളിലേക്കും എന്താണ് ടെസ്റ്റുകളിലേക്കും ഒക്കെ വിടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് EEG ചെയ്യുന്നതിലൂടെയും ബ്രെയിനിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിൽ വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസോർഡേഴ്സോ പ്രോബ്ലംസോ ഉണ്ടോ എന്ന് കണ്ടെത്താനും സാധിക്കുന്ന ആദ്യത്തെ ഒരു പ്രൈമറി ടെസ്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് EEG എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ മെഷർമെന്റ്സ് ഗിവൺ ബൈ ആൻ EEG എന്ന് കിട്ടുന്ന ആ ഒരു മെഷർമെന്റ് വഴി യൂസ് ടു വെരിഫൈ വേരിയസ് കണ്ടീഷൻസ്, പല കണ്ടീഷൻസ്, ബ്രെയിനുമായി ബന്ധപ്പെട്ട സീഷർ ഡിസോർഡേഴ്സ്, അതായത് എപ്പിലെപ്സി പോലെയുള്ളവ. എന്താണ് എപ്പിലെപ്സി? അപസ്മാരം കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള
രോഗങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട അവരുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ നോർമൽ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ EEGയുടെ മെഷർമെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ ആയിട്ടുള്ള മറ്റ് കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു പ്രിലിമിനറി ബേസ് കിട്ടാൻ വേണ്ടി, ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EEG ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ EEGയുടെ ആ ഒരു മെഷർമെന്റിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നോർമൽ ആയിട്ടുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ ആ മെഷർമെന്റിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മുടെ ബ്രെയിൻ അഫക്ട് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ EEG വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ EEG? അപ്പൊ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടാണെന്ന് നോക്കാം, എന്തിനു വേണ്ടിയാണ്, അതിന്റെ എക്സ്പാൻഡ് ഫോം കേട്ടോ. ഈ മൂന്നെണ്ണം നോക്കി വെക്കണേ. ഓക്കെ, അടുത്തതാണ് ഒഫ്താൽമോസ്കോപ്പ്. കേട്ടിട്ടുണ്ടോ? ഇത് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഐയുമായി ബന്ധപ്പെട്ട് അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ എക്യുപ്മെന്റുകളിൽ ആദ്യം പഠിക്കുന്ന ഒരെണ്ണം ഒഫ്താൽമോസ്കോപ്പ് ആണ് കേട്ടോ. അപ്പൊ അത് ചോദിക്കാം, ഇതുപോലെ തന്നെ ചോദിക്കാം, എന്തുമായി ബന്ധപ്പെട്ടാണ്, ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഉപകരണം എന്ത് ചെയ്യുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ അത് ഐയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ ഒരു ഉപകരണം നമ്മുടെ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്നല്ല കേട്ടോ, ഇവിടെ ഫണ്ടോസ്കോപ്പ് എന്നാണ് ഫണ്ടോസ്കോപ്പ് കേട്ടോ. അപ്പൊ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഉപകരണം നിങ്ങൾക്ക് ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും കണ്ണുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ടെസ്റ്റ് വിച്ച് പെർമിറ്റ് എ ഹെൽത്ത് പ്രൊഫഷണൽ ടു വാച്ച് ഇൻസൈഡ് ദ ഫണ്ടസ് ഓഫ് ദ ഐ ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് യൂസിങ് ആൻ ഒഫ്താൽമോസ്കോപ്പ് ഓർ ഫണ്ടോസ്കോപ്പ്. അപ്പൊ ഇവിടെ ഫണ്ടോസ്കോപ്പ് അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഉപകരണത്തെയാണ്. ഇനി ഫണ്ടോസ്കോപ്പി അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയുന്നത് ആ ഒരു പ്രൊസീജിയറിനെയാണ് കേട്ടോ. ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മുടെ ഫണ്ടോസ്കോപ്പി അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ഫണ്ടോസ്കോപ്പ് അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ണിന്റെ ഫണ്ടസ് ഓഫ് ദ ഐ, അതുപോലെ തന്നെ കണ്ണിന്റെ ആ ഒരു മറ്റ് ഭാഗങ്ങളെ കൂടി എന്താണ് ഇൻസൈഡ് അപ്പൊ ഉള്ളിലുള്ള ആ ഒരു ഭാഗങ്ങൾ അപ്പൊ വാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ ഒരു ഒഫ്താൽമോസ്കോപ്പി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്. ഇനി എന്താണ് ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറയുന്ന ഭാഗം? നമ്മുടെ കണ്ണിന്റെ ബാക്ക് സർഫസിനെയാണ് നമ്മൾ ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ എന്താണ് റെറ്റിന, ഒപ്റ്റിക് ഡിസ്ക്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് മുതലായവയൊക്കെ ഉൾപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിൽ ഐയുടെ വിഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ പാർട്ട്. അപ്പൊ ആ ഒരു കണ്ണുമായി ബന്ധപ്പെട്ട കാഴ്ചയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് പ്രൊഫഷണല് ഈ ഒരു ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഐയുടെ ഫണ്ടസ് ഓഫ് ദ ഐ, അവരുടെ ബാക്ക് സർഫസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മറ്റ് സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ ഘടനകളും വ്യൂ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. Then it is performed as part of an eye examination or may be performed as part of a customary physical examination. അപ്പൊ ഇത് സാധാരണ ഒരു ഐ പരിശോധന, കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒഫ്താൽമോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അതല്ല എങ്കിൽ ആസ് പാർട്ട് ഓഫ് എ കസ്റ്റമറി ഫിസിക്കൽ എക്സാമിനേഷൻ, എന്താ ഒരു വ്യക്തിയുടെ സാധാരണ ശാരീരിക പരിശോധനകളൊക്കെ നമ്മൾ നടത്തുക, ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തില്ലേ. അപ്പൊ അതിൽ എല്ലാ ഓർഗൻസിനെയും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തെയും നമ്മൾ വിലയിരുത്തുമല്ലോ, അതിന്റെ ഭാഗമായിട്ടും ചെയ്യാറുണ്ട്. സാധാരണ ശാരീരിക പരിശോധനകളുടെ ഭാഗമായിട്ടും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ടോ ഈ ഒരു ഒഫ്താൽമോസ്കോപ്പി ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലായോ? ഓ ശരി. നെക്സ്റ്റ് അടുത്തതാണ് ഹോൾട്ടർ മോണിറ്റർ. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ആ പിക്ചർ നിങ്ങളൊന്ന് നോക്കി. ഹോൾട്ടർ മോണിറ്റർ ഇത് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? നമ്മുടെ ECG ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. നോക്കിയേ, എ ഹോൾട്ടർ മോണിറ്റർ ഈസ് എ പോർട്ടബിൾ ഡിവൈസ് which operate with the help of a battery.
ഇതൊരു പോർട്ടബിൾ ഡിവൈസ്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ഇത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്? ബാറ്ററിയുടെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കൊണ്ടു നടക്കാൻ പറ്റും, ബാറ്ററിയുടെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ECG പഠിച്ചില്ലേ? ECG പഠിച്ചില്ലേ? ECGയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലുള്ള മെഷർമെന്റ് ആണ് നമ്മൾ അവിടെ മെഷർമെന്റ് എടുക്കുകയും റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാന്നുള്ളത്, അല്ലെ? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒരു ടൈം പീരീഡ് ഉണ്ട്, അല്ലെ? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്നാൽ ഈ ഹോൾട്ടർ മോണിറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാരണം അത് അവരുടെ ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്ത് വിടുകയാണ് നമ്മൾ. മനസ്സിലാവുന്നോ? അവർ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയ ഒരു ക്യാമറയുടെ അത്ര ഉള്ള ഒരു ഉപകരണമാണ്, അല്ലെ? അപ്പൊ അതിൽ നിന്നും നിങ്ങൾ ആ ഒരു ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ചെറിയ ഡിസ്ക് ഷേപ്ഡ് ആയിട്ട് ഡോളർ ഷേപ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ടോ ചെസ്റ്റ് ഭാഗത്ത്? പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ സഹായത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട്, അപ്പൊ ഇത് ഒരു പേഷ്യന്റ് പോകുമ്പോൾ അവർക്ക് അത് കൂടെ കൊണ്ടുപോവാം. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററിയുടെ ചാർജിനനുസരിച്ചാട്ടോ മിനിമം ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ ഒരു ഹോൾട്ടർ മോണിറ്ററിൽ നമുക്ക് ഈ ഒരു മെഷർമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ECG എടുക്കുന്നത് പോലെ തന്നെ പേഷ്യന്റിന്റെ ആ ഒരു ഹാർട്ടിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റും. അതിൽ കൂടുതലും ചില ഉപകരണങ്ങൾ, അതായത് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് മോണിറ്റർ ആണ്, ഏത് ടൈപ്പ് ഓഫ് ഹോൾട്ടർ മോണിറ്റർ ആണെന്നുള്ളതിനനുസരിച്ച് ഇതിൽ കൂടുതൽ സമയവും കിട്ടുന്നവയുണ്ട്. മിനിമം ആണ് നമ്മൾ 24 മുതൽ 48 മണിക്കൂർ പറയുന്നത്. അതിൽ കൂടുതൽ സമയം കിട്ടുന്ന ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് മോണിറ്റർ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നല്ല രീതിയിലുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ആ ഒരു മെഷർമെന്റ് റെക്കോർഡ് നമുക്ക് കിട്ടും. അപ്പൊ നോക്കിയേ, a Holter monitor is a portable device which operates with the help of a battery. ഒരു ബാറ്ററിയുടെ സഹായത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ. And it measures and records your heart's functioning, that is ECG, constantly for 24 to 48 hours or longer, depending on the type of monitoring used. ഏത് ടൈപ്പ് ഓഫ് മോണിറ്ററിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് 24 മുതൽ 48 മണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയവും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റും. ECG ചെയ്ത പോലെ തന്നെ അതേ പ്രൊസീജിയർ ആണ്. ECG പക്ഷേ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ആ ഒരു മെഷർമെന്റും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. Then the instrument has the size of a small camera. അതൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, ഒരു ചെറിയ ക്യാമറയുടെ അത്ര ഉള്ള ഒരു സൈസിലുള്ള ഒരു ഉപകരണമാണ്. And it has wires with silver dollar size. അതിൽ നിന്ന് വയറുകൾ പോയിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ തന്നെ സിൽവർ ഡോളർ സൈസിലുള്ള ഇലക്ട്രോഡ്സും നമ്മുടെ സ്കിന്നുമായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് ആ ഒരു ഫങ്ഷൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റുന്നത്. ക്ലിയർ ആണോ ഹോൾട്ടർ മോണിറ്റർ? മനസ്സിലായോ? ഓക്കെ, വേഗം ഒന്ന് അവിടെ വരെ വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
അയച്ചു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓ ശരി. നെക്സ്റ്റ് അടുത്ത ഉപകരണമാണ് കേട്ടോ. അടുത്ത മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കാർഡിയാക് ടേബിൾ. കണ്ടിട്ടുണ്ടോ ഇത്? കാർഡിയാക് ടേബിള് എന്തിനു വേണ്ടിയിട്ടാണ് കാർഡിയാക് ടേബിൾ യൂസ് ചെയ്യുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കാർഡിയാക് ടേബിള്? പേഷ്യന്റിന്റെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ശരി. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതെ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ശരിയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാർഡിയാക് ടേബിൾ എന്ന ഒരു പേരുണ്ടെങ്കിൽ പോലും അത് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, എ ടേബിൾ ഇൻ എ ഹോസ്പിറ്റൽ ഫോർ പേഷ്യൻസ് when hospitalized, അല്ലെ? ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ. ഇതൊരു നമുക്കൊരു ബെഡ് ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലെ? ഇപ്പൊ എന്താണ് കാർഡിയാക് കണ്ടീഷൻ, ആസ്മയോ കാര്യങ്ങളോ ഉള്ള പേഷ്യൻസിനൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇപ്പൊ ചെരിഞ്ഞ് കിടക്കണോ നേരെ കിടക്കണോ അങ്ങനെ എന്തെങ്കിലും പേഷ്യൻസിന് ഇൻക്ലൈൻ ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്, അല്ലെ? അവർക്ക് ചാരി കിടക്കണമെങ്കിലോ ചെരിഞ്ഞ് കിടന്ന് അവർക്ക് റെസ്റ്റ് എടുക്കണമെങ്കിലോ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പില്ലോ കവർ വെച്ച് നമുക്കൊരു ബെഡ് ടേബിൾ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാം, ആണല്ലോ. ഇനി ടേബിൾ വിത്തൗട്ട് എ പില്ലോ, ഒരു പില്ലോ ഇല്ലാതെ നമുക്ക് ഈ ടേബിൾ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം? റൈറ്റിംഗ്, അല്ലെ? പേഷ്യൻസിന്റെ റെക്കോർഡ് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പൊ പേഷ്യൻസിന്റെ റെസ്റ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും യൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻ ആൻഡ് ആസ്മയുള്ള പേഷ്യൻസിനൊക്കെ റെസ്റ്റും കാര്യങ്ങളും എടുക്കാനും അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കിടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ റൈറ്റിങ്ങിനും മീൽസിനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതങ്ങനെ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് EMG. എന്താ EMG? അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഇലക്ട്രോ മയോഗ്രഫി കേട്ടോ, EMG. അപ്പോ ഇവിടെ 3 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഒന്നാമത്തത് ഇതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്, ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിക്കാറുണ്ട്. അല്ല എങ്കിൽ ഈ EMG, EEG, ECG അങ്ങനെ ഷോർട്ട് ഫോം മാത്രമേ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങളെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് താഴെ പറയുന്നവർ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരാണ്. അപ്പൊ അവിടെ EEG ഉണ്ടാവും, ECG ഉണ്ടാവും, EMG ഉണ്ടാവും. മിക്ക കുട്ടികൾക്കും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമായത്. കാരണം ഈ EEG എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, EMG എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ECG, EMG, EEG എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും, ഇല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഫോംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് അത് ചെയ്യാം. ഇപ്പൊ ECG ആണെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോണ്ട ഒരു ആവശ്യമില്ല. നടുക്കത്തെ ആ C എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഓർത്താൽ മതി. എന്തിനെ സൂചിപ്പിക്കുന്നു? കാർഡിയോ എന്ന രീതിയിൽ ഒന്ന് ഓർത്താൽ മതി, അല്ലെ? കാർഡിയോ എന്ന പേരിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഹാർട്ട് ആണെന്നുള്ളത് കിട്ടിക്കോളും, ഇല്ലേ? EG ആണ് അത്ര ഓർമ്മയിലില്ലാത്തത്, അല്ലെ? അതുമായിട്ട് നമുക്ക് അങ്ങനെ വലിയതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം EMG കണക്ട് ചെയ്തൂടെ? M എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മയോ, അല്ലെ? മയോ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡാ? മയോ എന്ന് പറയുന്നുണ്ട് മസിൽസുമായി ബന്ധപ്പെട്ട്, അല്ലെ? ആണോ? അതേലോ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൂടെ? അപ്പൊ നിങ്ങൾക്ക് എന്താണോ എളുപ്പം ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ വരുമ്പോ മാറില്ല കേട്ടോ. അതല്ല എങ്കിൽ അപ്പൊ ബാക്കി ഒരെണ്ണം എക്സ്ട്രാ ഉള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ടും അല്ല, അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസ് അവിടെ പോയി, അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് EMG അല്ലെങ്കിൽ EEG മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താലും കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെയാണോ, ഓരോരുത്തർക്ക് പല രീതിയിലാണോ പഠിക്കാൻ പറ്റുക, അപ്പൊ അതിനനുസരിച്ച് കോഡോ കാര്യങ്ങളോ ഉപയോഗിച്ച് പഠിച്ചു വെച്ചാല് എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, നോക്കിയപ്പോ EMG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമയോഗ്രഫി എന്നറിയപ്പെടുന്നു. മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ, അല്ലെ? ഇവിടെ നമ്മള് ഇതൊരു മസിൽസിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ മസിൽസിലേക്ക് ഒരു നെർവ്സ് വഴി ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജനം നൽകും. നമുക്കറിയാം നമ്മുടെ മസിൽസ് ഒക്കെ നെർവ്സിന്റെ സ്റ്റിമുലേഷൻ അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്, അല്ലേ? ആണോ? ഇപ്പൊ ഒരു എന്താണ് ഒരു ചൂടത്ത് നമ്മൾ കൈ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ മസിൽസിലേക്ക് ആ ഒരു റെസ്പോൺസ് എത്തുന്നത് എവിടെന്നാ? നെർവ്സ് വഴിയാണ്, അല്ലെ? കൈ വലിക്കൂ എന്നൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ് അവിടെ ഉണ്ടാവുക, അല്ലെ? അപ്പൊ അത്തരത്തില് നമ്മുടെ മസിൽസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ നെർവ്സ് കൊടുക്കുന്ന സ്റ്റിമുലേഷൻ അനുസരിച്ചാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മസിൽസ് നെർവ്സ് കൊടുക്കുന്ന സ്റ്റിമുലേഷൻ അനുസരിച്ച് നമ്മുടെ മസിൽസിന്റെ തിരികെയുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയാണ്, ആ മസിൽസിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നതാണ് ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് മസിൽസിലേക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റിമുലേഷൻ നെർവ്സ് നൽകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മസിൽസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് റെസ്പോൺസ് കൊടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ നെർവ്സും മസിൽസുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളോ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് സ്മോൾ നീഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ നീഡിൽസ് ആണ്, നീഡിൽസിനെ നമ്മൾ പറയുന്ന ഇലക്ട്രോഡ്സ് ആണ് കേട്ടോ. അത് നമ്മുടെ മസിൽസിനുള്ളിലേക്ക് സ്കിന്നിനുള്ളിലെ മസിൽസിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുകയും അതിലൂടെ മസിൽസിന്റെ റെസ്പോൺസും പ്രവർത്തനങ്ങളും നമ്മൾ മെഷർ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. EMG നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം കേട്ടോ. ടൈം തീരാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപുള്ള കാർഡിയക് ടേബിൾ വരെ നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളോട് ചോദിക്കാം കേട്ടോ. താങ്ക് യു.